നമസ്കാരം. ഇപ്പോൾ നമസ് നമ്മളോടൊപ്പം ശ്രീമതി ഇർഫാന ഇക്ബാൽ ഉണ്ട്. മാഡം ഒരുപക്ഷെ ഇന്നലെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വ്യക്തിത്വമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മാഡത്തിന്റെ വളരെ പോസിറ്റീവായ ഒരു ആക്ഷൻ, അതായത് നമ്മുടെ ഒരു സഹോദരന്റെ ചിത മാഡമാണ് തീ കൊളുത്തിയത്. അവന്റെ എല്ലാ കാര്യങ്ങളും മാഡം ചെയ്തു തന്നു. അപ്പോൾ ഞാൻ മാഡത്തെ ഇന്ന് വിളിച്ച് റിക്വസ്റ്റ് ചെയ്യായിരുന്നു, മാഡത്തിന്റെ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ അത്തരം നന്മയുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന്. അപ്പം വളരെ സന്തോഷം മാഡം ജോയിൻ ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. മാഡത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഇർഫാന ഇക്ബാലാണ്. നിലവില് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ചെയർപേഴ്സണാണ്. മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്ന് ഡിവിഷൻ മെമ്പറാണ്. ലീഗിന്റെ ആണല്ലേ? മുസ്ലിം ലീഗിന്റെ ആണല്ലേ? അതെ, IUML-നാണ്. ശരി. അപ്പൊ ഇന്നലെ സംഭവിച്ച ഒരുപക്ഷെ മാഡം ശ്രദ്ധിച്ചു കാണും. കേരളത്തിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായത് മാറുകയുണ്ടായി. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെ. നമ്മള് ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എന്താണെന്ന് അറിയില്ല. ഇത് വൈറലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഷേഖ് സായിദ് ട്രസ്റ്റിന് അണ്ടറിൽ നമ്മൾ ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട് ഓൾറെഡി. ഒരു 3 വർഷത്തോളമായി നമ്മൾ ഓൾഡ് ഏജ് ഹോം നടത്തിക്കൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറെ എൻക്വയറീസ് കാര്യങ്ങൾ വരും. ആരെങ്കിലും ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വിളിച്ചറിയിക്കും. നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നതാണ് ഇത്തരത്തിലൊരു സംഭവം. അതായത് മീഞ്ച ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഷെരീഫ് ചിന്നാല മെമ്പർ വിളിച്ചു. ഇങ്ങനെ ഒരു നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഒഴിഞ്ഞ കടമുറിയിൽ അവശനായ നിലയിലുണ്ട്. നിങ്ങൾക്ക് അവരെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന രീതിയിലാണ് നമുക്ക് ഫോൺ കോൾ ആദ്യം വരുന്നത്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് അവരെ ഏറ്റെടുക്കാൻ വേണ്ടി പോയ വ്യക്തികളാണ്. ആ സമയത്താണ് നമുക്ക് പോയിട്ട് കണ്ട സമയത്ത് കണ്ടീഷൻ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. അങ്ങനെ നമ്മളെ വോളണ്ടിയേഴ്സിനൊക്കെ വിളിച്ച് അവരെ വേണ്ട രീതിയിൽ കുളിപ്പിച്ചും അവരെ കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ കളക്ടറെ ഇൻഫോം ചെയ്തു. കളക്ടർ ത്രൂ നമ്മൾ സൂപ്രണ്ടിനെ ഇൻഫോം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ടിനെ ഇൻഫോം ചെയ്തു. അങ്ങനെയാണ് പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പറയണം, പറയണം. പ്ലീസ് പറയണം, പറയണം. യാ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവര് കണ്ടീഷൻ വളരെയധികം ക്രിട്ടിക്കൽ ആണ്. മൗത്ത് ക്യാൻസർ ആയിട്ട് ഫൈനൽ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഇനിയും ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നതും നമ്മൾ പറഞ്ഞ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു നോർമൽ കണ്ടീഷനിലേക്ക് എത്തുവാണെങ്കിൽ നമ്മൾ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവരുടെ ബന്ധുക്കൾക്കായി ഒഴിഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 1 മന്ത് ആയി ഇവരെ അവിടെ ട്രീറ്റ്മെന്റിൽ. അൺഫോർച്ചുനേറ്റ്ലി ഈ ഓരോ തേഴ്സ്ഡേ ആണ് നമുക്ക് അവിടുന്ന് ഫോൺ കോൾ വരുന്നത്. ആ വ്യക്തി ഡെത്തായി എന്ന് പറഞ്ഞിട്ട്. മാഡം ആ ഒരു കാര്യം, സമയത്ത് പ്രത്യേകിച്ച് മാഡം ഈ പൊതുരംഗത്തും കൂടെ നിൽക്കുന്നോണ്ടേ, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പം പലപ്പോഴും ഈ ഹിന്ദു സമൂഹത്തിൽ പ്രായമായവരുടെ കാര്യങ്ങൾ, ജീറിയാട്രിക് ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. മറ്റേ കുടുംബത്തിലെ ആൾക്കാർക്ക് പോലെ. അപ്പോൾ ഇതൊരു സീരിയസ്, ഒരുപക്ഷെ പോളിസി മേക്കേഴ്സ്, ഞാൻ കോൺഗ്രസിന്റെ പല സുഹൃത്തുക്കളോട് സംസാരിച്ചു. ഇതൊരു വളരെ സീരിയസ് ഇഷ്യൂ ആണ്. പല പ്രായമായവർക്കും പലപ്പോഴും കുടുംബത്തിനൊരു സ്ഥിരതയില്ല, സ്റ്റെബിലിറ്റി ഇല്ല, വേണ്ട രീതിയിൽ മക്കൾ വരെ നോക്കുന്നില്ല. ചില ആൾക്കാർക്ക് മക്കൾ തന്നെ ഇല്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. എന്നാൽ മാഡം അതിന് അൺമാരീഡ് ഏറ്റവും കൂടുതൽ, കണ്ടീഷൻസ് ഉണ്ട്. അതെ, അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സ്വാഗതം ചെയ്യപ്പെട്ടതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതും മാഡം എന്താ പറയണേ, പ്രത്യേകിച്ച് ബാക്കിയൊന്നും നോക്കാതെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകളെ പോലെയോ ബന്ധുവിനെ പോലെയോ സുഹൃത്തിനെ പോലെയോ ഒക്കെ നിന്ന് ആ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പൊ എന്താ മാഡത്തിന് തിരിച്ച്, ഇപ്പം ഒരുപക്ഷെ മുമ്പും ചെയ്ത് കാണും, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാഡത്തിന് സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? നല്ല നെഗറ്റീവുകൾ നല്ല എന്തെങ്കിലും വന്നോ? ഇപ്പൊ നെഗറ്റീവായിട്ടും അതായത് അവരത് റിപ്പോർട്ട് അങ്ങനെ ചെയ്തത് കൊണ്ട് BJP RSS എന്നൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് പൊതുവെ വന്നിട്ടുള്ളത്. ഇതുവരെ നല്ല റെസ്പോണ്ട് ആയിരുന്നു. എല്ലാവരും ഫോൺ കോൾ വിളിച്ച് അഭിനന്ദനങ്ങൾ ഒക്കെ അറിയിച്ചതാണ്. ബിക്കോസ് നമുക്കിത് സ്പെഷ്യലൈസ്ഡ് പറയാനുള്ളത് ബിക്കോസ് നമ്മൾ ഓൾഡ് ഏജിൽ ഉണ്ടായ വ്യക്തിയല്ല മരിച്ചത്. നമ്മൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ആളാണ്. ഓൾറെഡി നമ്മൾക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് നമുക്കത് ഏറ്റെടുക്കണം. അതായത് ലാസ്റ്റ് മൊമെന്റ് അവർ ഡെത്തായ സമയത്ത് പോലും നമ്മൾ അവരടുത്ത് അവരെ ബന്ധുക്കൾക്ക് വിളിച്ചറിയിച്ചു. നാരായണൻ എന്ന വ്യക്തി ഡെത്ത് ആയിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ ബോഡി? ആ സമയത്ത് അവരുടെ സിസ്റ്റർ തന്നെ എഴുതി തന്ന ഒരു ലെറ്റർ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അതിനുള്ള സാഹചര്യമല്ല, നമ്മൾ ആ കണ്ടീഷനിലല്ല, നിങ്ങൾ ഏറ്റെടുക്കുകയാണ് നല്ലതാണെന്ന് പറഞ്ഞ് നമുക്ക് ലെറ്റർ തന്നു. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എവിഡൻസ് അല്ല എന്ന രീതിയിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അങ്ങനെ പ്രോപ്പർ NOC ഓട് കൂടിയാണ് നമ്മൾ ഈ മൃതദേഹം നമ്മൾ ഏറ്റുവാങ്ങുന്നത് തന്നെ. അപ്പോ പുതുമയല്ല നമുക്കിത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് ഇവിടെ തന്നെയാണ് നമ്മൾ സാധാരണ ഹിന്ദു മതാചാര പ്രകാരമാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യാറുള്ളത്. കൊണ്ടുപോയി അവരുടെ മതത്തിനനുസരിച്ച് അവരുടെ റിലീജിയസിനനുസരിച്ച് ഏത് മതത്തിന്റെ വ്യക്തിയാണോ ആ റിച്വലിലാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. സോ ഇത് നമ്മൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ട്
നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ചെയ്തതാണ്. എന്തായാലും അത് എന്താ പറയുക, അത് കേൾക്കുന്നത് വളരെ സന്തോഷം. ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ഞാനൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഈ പണ്ടൊന്നും നമ്മളൊന്നും ജനിച്ചു വളർന്ന കാലത്ത് ഇത്രയും ഒരു വിദ്വേഷമോ വർഗീയതയോ ഒന്നുമില്ല. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മോശം പറയുന്ന, കുറ്റം പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത്, ഈ തെറ്റായ കാലത്ത് പോലും ഒരു എന്താ പരസ്പരം പാലങ്ങൾ നിർമ്മിക്കുന്ന സ്നേഹവും സാഹോദര്യവും ഒക്കെ പ്രസരിപ്പിക്കുന്ന ഒരു നടപടി അത് വന്നത് വലിയ കാര്യമാണ്. അത് എന്താ പറയുക, അതിന് മാഡത്തോട് ഞങ്ങൾ മലയാളികൾ എന്ന രീതിയിൽ നന്ദി പറയേണ്ടതാണ്. മാഡം ഓൾറെഡി ഒരു നമ്മൾ പൊതുപ്രവർത്തകയാണ്. ഹ്യൂമാനിറ്റി എന്ന രീതിയിൽ നമ്മൾ ചെയ്തൊരു പ്രവർത്തനാണ്. പിന്നെ അത് നമുക്ക് ഇപ്പൊ അറിയാം, സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. എല്ലാത്തിനും നെഗറ്റീവ് പോസിറ്റീവ് 2 സൈഡ് ഉണ്ടാവും. സ്വാഭാവികമാണ്. ഹാപ്പൻസ്. പക്ഷെ എന്തായാലും അതിൽ സന്തോഷമുണ്ട്. മാഡത്തെ പോലെ എന്താ എപ്പോഴെങ്കിലും ആ ഭാഗത്ത് വരുമ്പോൾ ഞാൻ വിളിച്ചിട്ട് വന്ന് കാണാം. സന്തോഷമുള്ളൂ. ഞാൻ ഈ അടുത്തിടയ്ക്ക് യോഗക്ഷേമ സഭ, ഞങ്ങളുടെ ബ്രാഹ്മണ സഭയുടെ ഒരു പരിപാടിക്ക് വേണ്ടി വന്നിരുന്നു അവിടെ. അപ്പൊ ഇനിയും ഓക്കെ. വരുമ്പോൾ അല്ല, എന്തെങ്കിലുമൊക്കെ എനിക്ക് പ്രോഗ്രാം. ഞാന് ഇൻഡയറക്ട്ലി ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. ബിക്കോസ് യു മൈറ്റ് ബി നോയിങ് മൈ ഹസ്ബൻഡ് ആ, KS ഇക്ബാൽ ഉപ്പളാന്ന് അറിയോ? ആ, ആ, മനസ്സിലായി, മനസ്സിലായി. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ, അതെനിക്കറിയില്ല. as I said, എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ പറഞ്ഞു ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മനസ്സിലായി, അയ്യോ, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങേര് ബന്ധം അറിഞ്ഞില്ല. അതുകൊണ്ട് ആ, വളരെ വളരെ സന്തോഷം. അതും കൂടെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ ഓ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി ഇതേപോലെ ഓക്കെ. നല്ല പ്രവർത്തി തുടരട്ടെ. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.